സിറ്റി വിഷൻ ബിഗ് ബ്രേക്കിംഗ്. ഇടുക്കി മണ്ഡലത്തിൽ ഇടത് സ്ഥാനാർത്ഥി റോഷി അഗസ്റ്റിൻ തന്നെയെന്ന കേരള കോൺഗ്രസ് ജില്ലാ നേതൃത്വം. ജില്ലയിൽ മറിച്ചൊരഭിപ്രായം ഉയർന്നിട്ടില്ലെന്ന് ജില്ലാ പ്രസിഡന്റ് ജോസ് പാലത്തിനാൽ സിറ്റി വിഷനോട്. സ്ഥാനാർത്ഥി ആരെന്ന് തീരുമാനിക്കുന്നത് പാർട്ടി ചെയർമാനാണ്. എതിർ സ്ഥാനാർത്ഥിയായി ആര് മത്സര രംഗത്തെത്തിയാലും പ്രശ്നമില്ല. ഇത്തവണ ഇടുക്കിയിലെ 5 സീറ്റുകളിലും ഇടതുപക്ഷം വിജയിക്കുമെന്നും ജോസ് പാലത്തിനാൽ പറഞ്ഞു. സന്ദീപ് രാജക്കാട് തയ്യാറാക്കിയ റിപ്പോർട്ട്. എന്തായിരുന്നാലും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ മുന്നണികളും ഒപ്പം തന്നെ പാർട്ടികളും സജീവമായി തന്നെ രംഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. കേരള കോൺഗ്രസിൻ്റെ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് നമ്മോടൊപ്പമുണ്ട്, ജോസ് പാലത്തിനാൽ. ഈ ഇടുക്കി സീറ്റ് അതിൽ തന്നെ നിൽക്കുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, അവിടെ ഒരു പുതിയ സ്ഥാനാർത്ഥി എത്തുമോ എന്നുള്ള ഒരു ചോദ്യം ഉയരുന്നുണ്ട്. ഉണ്ടാവുമോ? അല്ല, തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആരംഭിച്ചു. പാർട്ടി എന്നുള്ള നിലയ്ക്ക് കേരള കോൺഗ്രസും ആരംഭിച്ചു. ഇടുക്കിയിലെ കേരള കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി കഴിഞ്ഞ 5 തവണയായി മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്തുകൊണ്ടിരുന്നത് ശ്രീ റോഷി അഗസ്റ്റിനാണ്. ഇപ്രാവശ്യവും റോഷി അഗസ്റ്റിൻ തന്നെ മത്സരിക്കാനുള്ള സാധ്യതകളാണ് കൂടുതലുള്ളത്. അതിനെ സംബന്ധിച്ച് തീരുമാനം എടുക്കേണ്ടത് കേരള കോൺഗ്രസ് പാർട്ടി ചെയർമാനും പാർട്ടി നേതൃത്വവുമാണ്. ആ കാര്യത്തെക്കുറിച്ച് തീരുമാനമെടുക്കേണ്ടത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് സീറ്റ് അനുവദിക്കേണ്ടത്. അപ്പോൾ പാർട്ടിക്ക് സീറ്റ് അനുവദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പാർട്ടി ആ കാര്യത്തിനകത്ത് ചർച്ച ചെയ്യും. പാർട്ടി ചെയർമാൻ ആ കാര്യത്തിനകത്ത് തീരുമാനമെടുക്കും. ആ കാര്യത്തിനകത്ത് റോഷി അഗസ്റ്റിൻ മത്സരിക്കാനുള്ള സാധ്യതകളാണ് കൂടുതലുള്ളത്. എന്തായാലും വലിയൊരു ആശങ്കപ്പെടുത്തുന്ന കാര്യങ്ങളൊന്നുമില്ല. കേരള കോൺഗ്രസിനെ സംബന്ധിച്ച് ഇടുക്കി സീറ്റിൽ മത്സരിക്കുന്നുണ്ടെങ്കിൽ അത് റോഷി അഗസ്റ്റിൻ തന്നെയാകും എന്ന് തന്നെയാണ്. പക്ഷേ ഈ ജോസഫ് വിഭാഗത്തിൽ നിന്ന് ഒരാളെ പുതിയതായി കൊണ്ടുവരാനുള്ള നീക്കമൊക്കെ നടത്തുന്നുണ്ട്. ഒരു ആശങ്കയുണ്ടോ? ഇല്ല, അതിനകത്ത് എതിർ സ്ഥാനാർത്ഥി ആര് എന്നുള്ളത് കേരള കോൺഗ്രസിനെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ആശങ്കപ്പെടുത്തുന്ന കാര്യമേ അല്ല. ആര് സ്ഥാനാർത്ഥിയായി വന്നാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി മത്സരിക്കുന്ന സ്ഥാനാർത്ഥിക്ക് വിജയിക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിനകത്ത് നമുക്ക് യാതൊരു രീതിയിലുള്ള ആശങ്കയുമില്ല എന്നുള്ളതാണ്. അത് ഇടുക്കി നിയോജകമണ്ഡലത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഇടുക്കി ജില്ലയിലെ ഇപ്പോൾ നിലവിൽ 4 MLA-മാർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ട്. 5ാമത്തെ സീറ്റും കൂടി ഇടുക്കി ജില്ലയിൽ സമ്പൂർണ്ണ ആധിപത്യം നേടുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുമ്പോട്ട് പോകുന്നത്. അതിനുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ എല്ലാം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിൽക്കൽ നിൽക്കുന്ന ഈ സമയത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോൾ ഉണ്ടാവും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിലാണ് മുന്നണി മുന്നോട്ട് പോകുന്നത്. എന്തായാലും റോഷി അഗസ്റ്റിൻ എന്ന കാര്യത്തിൽ മറിച്ചൊരഭിപ്രായം, എതിരഭിപ്രായം എന്തായാലും കേരള കോൺഗ്രസിനകത്ത് ഉണ്ടാകേണ്ട കാര്യമില്ല, ഉണ്ടായിട്ടുമില്ല. അല്ല, ജില്ലയിൽ നിന്നും മറ്റൊരു അഭിപ്രായം ഉയർന്നു വന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതല്ലേ പറയാൻ കഴിയുന്നത്. സ്ഥാനാർത്ഥി ആര് എന്ന് തീരുമാനിക്കുന്നത് പാർട്ടി ചെയർമാനാണ്. പക്ഷേ ജില്ലയിൽ നിന്ന് മറ്റൊരു അഭിപ്രായം ഉയർന്നു വന്നിട്ടില്ല ഇടുക്കി നിയോജകമണ്ഡലത്തിൽ എന്ന് ജില്ലാ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാൻ കഴിയും. എന്നാൽ അതുകൊണ്ട് തന്നെ അവിടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗം കൂടി ആരംഭിച്ചിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്തായിരുന്നാലും നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടി കേരള കോൺഗ്രസ് സജ്ജമാണ്. ഒപ്പം തന്നെ ഇടുക്കിയിൽ നിന്നുള്ള ഒരു പേരാണ് ഉയർന്നു വരുന്നത്. ആ ഒരു പേര് റോഷി അഗസ്റ്റിൻ തന്നെയാണ്. മറ്റൊരു എതിരഭിപ്രായമില്ല എന്ന് തന്നെയാണ് ജില്ലാ പ്രസിഡന്റ് ജോസ് പാലത്തിനാൽ വ്യക്തമാക്കുന്നത്. സന്ദീപ് രാജാക്കാട്, സിറ്റി വിഷൻ.